തൃശൂർ പാലാപ്പള്ളിയിൽ മാലിന്യക്കുഴിയിൽ വീണ കാട്ടാന ചരിഞ്ഞു. രാവിലെ 8ഓടെയാണ് കാട്ടാന കുഴിയിൽ വീണത്. ആനയെ രക്ഷിക്കാനുള്ള പരിശ്രമം വനംവകുപ്പ് നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഈ ഒരു സ്ഥലത്ത് ചെറിയൊരു വീടുണ്ട്. ആ വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിരുന്നു. ആ സെപ്റ്റിക് ടാങ്കിലാണ് ഇന്ന് പുലർച്ചെയോ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോ ഒരു അധികം പ്രായമില്ലാത്ത ഒരു കുഞ്ഞ് ആന വീണതായി നാട്ടുകാർ കണ്ടത്. ആ വീണ ഉടനെ തന്നെ ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാം തന്നെ എത്തി ആനയെ കരയ്ക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. നമ്മൾ എത്തുമ്പോൾ ആ ഒരു സമയത്ത് പോലും ആനയ്ക്ക് വലിയ തോതിൽ ചലനമുണ്ടായിരുന്നു. ആന കയറിപ്പോരുമെന്നുള്ളൊരു ആ തരത്തിലുള്ള ഒരു ചിന്തകളാണ് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ആനയ്ക്ക് പിന്നീട് ഇത്രയധികം കയറിപ്പോരാനായുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും ആനയ്ക്ക് പിന്നീട് സർവൈവ് ചെയ്യാനായി കഴിഞ്ഞില്ല. ആനയ്ക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. വഴി ഒരുക്കിയതാണ്, അതായത് JCB ഉപയോഗിച്ച് ഈ കുഴിയിൽ നിന്ന് ആനയ്ക്ക് കയറി വരാനുള്ള ഒരു വഴി ഇതിലൂടെ ഒരുക്കിയതാണ്. നമ്മൾ എത്തി ആ കയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അപ്പോൾ നമ്മൾ കരുതിയിരുന്നത് അതിലൂടെ പിടിച്ച് ആന ഒരുപക്ഷെ കയറി ഇവിടെ നിന്നും പോകുമെന്നുള്ളതാണ് നമുക്ക് ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ അവസാനം വിഫലമായി. നമ്മൾ നോക്കി നിൽക്കെയാണ് ആ മിണ്ടാപ്രാണിക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. അത് ഓൾറെഡി ചെറിയ സ്പേസിലായതുകൊണ്ട് അതിന് റെസ്പിറേഷൻ ഒന്നും പ്രോപ്പറായിട്ട് കിട്ടൂല. ഉള്ളിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായി. അതായിരിക്കും പ്രധാനപ്പെട്ട. അടുത്തത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നടത്താനുള്ളത്. അതിനുശേഷം വനമേഖലയിൽ ഈ ആനയുടെ ദേഹം സംസ്കരിക്കുമെന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചാലക്കുടി DFO ഉൾപ്പെടെയുള്ളവർ എന്തായാലും നമ്മളോട് വ്യക്തമാക്കുന്നു. പാലപ്പള്ളിയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. പല വിധത്തിൽ ആളുകൾക്ക് ആനകൾ ശല്യമുണ്ടാക്കുകയും കൃഷിനാശമൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് അവരുടെ എല്ലാം മനസ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരെയും കാത്തിരിപ്പിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ആ കുട്ടിക്കൊമ്പൻ ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.